വി ഡി സതീശൻ ദുർബലനായിരിക്കുന്നു. മൈ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച മൈ ബോയ്സ് ഇപ്പോൾ വി ഡി സതീശനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വി ഡി സതീശനെതിരെ സൈബർ ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിടുന്നില്ല, മകളെ വെറുതെ വിടുന്നില്ല. ആ രൂപത്തിൽ അവിടെ എന്താണ് കേക്ക് അച്ഛൻ, അതായത് ആരോപണം ഉന്നയിച്ച നടി കേക്ക് മുറിക്കുന്നത് വി ഡി സതീശനൊപ്പമാണ്. അപ്പോൾ കേക്ക് അച്ഛൻ എന്ന മോശം വാക്കുപയോഗിച്ച് വി ഡി സതീശനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നടന്ന KPCC യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ഈ സൈബർ ആക്രമണം നോക്കൂ. കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചാണ് KPCC യോഗത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ അന്വേഷിക്കാൻ ബൽറാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബൽറാം അതിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന ഇപ്പോൾ ഒരു ഗ്രൂപ്പായി നിൽക്കുന്ന, നേരത്തെ മൈ ബോയ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ സംഘത്തിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് ബൽറാം കൊണ്ടുവരുമോ? അതാണോ കൊണ്ടുവരാൻ പോകുന്നത്? ഈ സൈബർ ഗുണ്ടകളിലേക്ക് പോകുമ്പോൾ എവിടേക്കാണ് അത് അവസാനം ചെന്നെത്തുക? നമ്മുടെ മുന്നിലുണ്ടല്ലോ തെളിവുകൾ. അപ്പോൾ അതിലേക്ക് ചെന്നെത്തുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുക? ഇതാണ് കോൺഗ്രസിനകത്തെ ദുര്യോഗം. അപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ഐശ്വര്യമായി നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്.